പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ഇപ്പോൾ വലിയൊരു നിരാശയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോച്ചിന് എന്തായാലും ക്ലബിൽ തുടരാൻ തന്നെയായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. അത് കോച്ച് തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സീസണിൽ ഒരു മത്സരത്തിൽ പോലും പരിക്ക് കാരണം ഫുൾ സ്ക്വാഡ് ഇറക്കാൻ കോച്ചിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിന്റെ പ്ലേ ഓഫ് വരെ എത്തുകയും ചെയ്തു. നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിങ്സിനെതിരെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയും വലിയൊരു വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക സീസണുകളിലും വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഒരു പരിശീലകനാണ്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരാകുമെന്ന സംശയത്തിലാണ് ആരാധകർ. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ച് ഈ ഒരു സീസണിൽ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള ഒരു ടീമിന്റെ കോച്ചിനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കോച്ച് ക്ലബ്ബ് വിട്ടതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പല പ്ലേയേഴ്സും ക്ലബ്ബ് വിടാനുള്ള ചാൻസ് അടുത്ത സീസണിൽ എന്തായാലും പെപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി കളിക്കുന്ന ചില പ്രധാന നാഷണൽ ടീം പ്ലേയേഴ്സ് ഒക്കെ ക്ലബ്ബ് വിട്ടേക്കുമെന്നതാണ്. ഒരു ട്രാൻസ്ഫർ ഫീലായിരിക്കും ഈ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്ന താരങ്ങളുടെ പേരൊന്നും ഇതുവരെ വ്യക്തമല്ല. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-മായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.